അല്ല, ഇതൊന്നും ഒട്ടും തന്നെ അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ മുന്നണി രൂപപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം എന്താണ്? 2024 പൊതു തെരഞ്ഞെടുപ്പിൽ BJP ഏകപക്ഷീയമായി വിജയിച്ചു വരുമെന്നാണ് BJP തന്നെ പ്രഖ്യാപിച്ചത്. അവസാനത്തെ ഇടക്കാല ബജറ്റ് പ്രസംഗത്തിൽ നിർമ്മലാ സീതാരാമനും അതിൻ്റെ മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയും ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചത് 400 സീറ്റിലേറെ നേടിക്കൊണ്ട് BJP അധികാരത്തിൽ വരും എന്നാണ്. അത്തരത്തിലൊരു നറേറ്റീവായിരുന്നു രാജ്യത്തുടനീളം ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിലെങ്കിൽ അങ്ങനെ ഒരു ഏകപക്ഷീയമായ വിജയം BJPക്ക് ഉണ്ടാകരുതെന്ന് വിചാരിച്ച പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യത്തിന് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. അത് 2024 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ രൂപപ്പെട്ട ഒരു മുന്നണിയാണ്. അതിനുശേഷം 4 തിരഞ്ഞെടുപ്പുകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നല്ലോ. നമുക്കറിയാവുന്ന പോലെ 2023 ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നു. 2023 അവസാനം നവംബറിൽ 4 സംസ്ഥാന നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. മധ്യപ്രദേശിൽ നടന്നു, ഛത്തീസ്ഗഡിൽ നടന്നു, രാജസ്ഥാനിൽ നടന്നു, അതുപോലെ തന്നെ തെലങ്കാനയിൽ നടന്നു. ഇവിടെ 3 BJP വിജയിക്കുകയും തെലങ്കാന മാത്രം കോൺഗ്രസിന് പിടിക്കാൻ കഴിഞ്ഞത്. അന്ന് ഇന്ത്യ മുന്നണിയിൽ വലിയ വിവാദം ഉണ്ടായിരുന്നല്ലോ. നിതീഷ് കുമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇന്ത്യ മുന്നണി ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്നാണ്. എപ്പോഴാണ്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് എന്തായിരുന്നു വിമർശനം? കോൺഗ്രസ് ഏകപക്ഷീയമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, അവരാരെയും അവരുടെ സഖ്യകക്ഷിയായി കൂട്ടുന്നില്ല. പ്രത്യേകിച്ച് മധ്യപ്രദേശിലാണ് ആ വിമർശനം ശക്തമായി ഉയർന്നത്. മധ്യപ്രദേശിലാണ് പിന്നെയും സമാജ്വാദി പാർട്ടിക്ക് ഒരു അല്പം സ്വാധീനമുള്ളത്, ഉത്തർപ്രദേശുമായി ചേർന്ന് കിടക്കുന്ന മേഖലയിൽ. അപ്പോൾ അവിടെ അവർ സമാജ്വാദി പാർട്ടി ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തിനകത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. ഏകപക്ഷീയമായിട്ടാണ് കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതെന്ന്. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രതിപക്ഷത്തെ തന്നെയാണ് കണ്ടത്. എന്തായിരുന്നു അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം? ആ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് BJPയെ അധികാരത്തിൽ വരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു. ആ കാര്യത്തിൽ ഇന്ത്യ മുന്നണി വിജയിച്ചിട്ടുണ്ടല്ലോ. വിജയിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് NDA ആണ് അധികാരത്തിൽ വന്നത്. BJPയുടെ വിജയം എന്താണ്? 2014 2019 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി വിജയിച്ചു വന്ന പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. 2024 സ്ഥിതി അതല്ല. 240 സീറ്റുകളിലേക്ക് BJPയെ ചുരുക്കാൻ കഴിഞ്ഞത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന വളരെ ഫോർമിഡബിൾ ആയിട്ടുള്ള അലയൻസ് ഫോർമേഷൻ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് പറ്റി? BJPക്കെതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നിന്ന് വോട്ട് ചിന്നിച്ചിതറി പോകുന്നതിന് പകരം ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് വരാൻ കഴിഞ്ഞു. ആ ഡയറക്റ്റ് ഫൈറ്റിൽ നിശ്ചയമായും BJPയെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ NDA സഖ്യത്തെ അധികാരത്തിലെത്തിക്കുന്നതിന് ഇന്ത്യ മുന്നണിക്ക് ഒരു റോളുണ്ട്. മറിച്ച് ഒരു മറുവശം എന്ന് പറയുന്നത് 2014 2019 അങ്ങേറ്റം ദുർബലമായൊരു പ്രതിപക്ഷമായിരുന്നല്ലോ രാജ്യത്തുണ്ടായിരുന്നത്. 2024 സ്ഥിതി അതല്ല. മനോഹരമായൊരു പ്രതിപക്ഷവും ഉണ്ടായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ത്യ സഖ്യം അതിൻ്റെ റോൾ നിർവഹിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഇന്ത്യ സഖ്യം തുടരേണ്ടതില്ലേ? തുടരേണ്ടതുണ്ട്. ഇപ്പോൾ അതിനുശേഷം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടല്ലോ. 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2-2 പൊസിഷൻ എന്ന് പറയാം. ശരിയാണ്, മഹാരാഷ്ട്രയും ഹരിയാനയും പോലുള്ള 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാർ കോൺഗ്രസ് ആണ് എന്ന് നമുക്ക് വിലയിരുത്താം. കാരണം എന്താ? ഇപ്പോൾ ഹരിയാനയിൽ 2019 തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമായിട്ടാണല്ലോ NDA വിജയിക്കുന്നത്. 10 സീറ്റും BJP കൈയടക്കിയ സംസ്ഥാനമാണ് 2019 ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2024 5-5 ആയിരുന്നു പൊസിഷൻ. 5 സീറ്റ് BJPക്കും 5 സീറ്റ് കോൺഗ്രസിന് ലഭിച്ച സംസ്ഥാനമാണ്. അതിന് മാസങ്ങൾക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞില്ലേ? 48 സീറ്റാണ്. 90 സീറ്റുകളിൽ BJP 48 സീറ്റ് നേടി. അതായത് കേവല ഭൂരിപക്ഷത്തെക്കാൾ 3 സീറ്റ് അധികമായി നേടി. പക്ഷേ പ്രശ്നം എന്താ? അവിടെ 37 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങി. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒതുങ്ങിയത്? ആം ആദ്മി പാർട്ടിയുമായിട്ടൊരു സഖ്യമില്ല. ഞാൻ പറയുന്ന ആം ആദ്മി പാർട്ടി അവിടെ ഒരു വലിയ ശക്തിയാണെന്നല്ല. പക്ഷേ ഹരിയാനയുടെ ഒരു പ്രത്യേകത എന്താ? അത് ഡൽഹിയുമായി ബോർഡർ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. ആ ഡൽഹിയുമായി ബോർഡർ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് 2%, 3%, 4% വോട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അവരവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചു. ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുകയും വോട്ട് നേടുകയും ചെയ്തു. അപ്പോൾ അവിടെ ആ അലയൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ നോക്കൂ, 45 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണമെന്നിരിക്കെ, 46 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണമെന്നിരിക്കെ 48 സീറ്റുകളാണ് BJPക്ക് അവിടെ നേടാൻ കഴിഞ്ഞത്. ഓഫ് കോഴ്സ് അവരുടെ ചില സഖ്യകക്ഷികൾക്ക് 3-4 സീറ്റുകൾ കൂടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ 37 സീറ്റ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞു. അവിടെ ഒരു ഇന്ത്യ സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു റിസൾട്ട് ഉണ്ടാകുമായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ത്യ സഖ്യം ആലോചിക്കേണ്ടതുണ്ട്. ഇനി മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിൽ അങ്ങേയറ്റം മോശമായ പെർഫോമൻസ് അല്ലേ ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സ്ഥിതി? 9 സീറ്റുകളിലേക്കാണ്. 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ കേവലം 9 സീറ്റുകളാണ് BJPക്ക് കിട്ടിയത്. 30 സീറ്റുകളിലാണ് ഈ മഹാവികാസ് അഘാടി വിജയിച്ചു വന്നത്. അവിടുന്ന് 6 മാസത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എന്താ സ്ഥിതി? 288 അംഗ നിയമസഭയിൽ എത്ര സീറ്റാണ് BJPക്ക് ഉള്ളത്? 235 സീറ്റ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. BJP NDA സഖ്യത്തിന് വലിയ വിജയമുണ്ടായി. 50 സീറ്റുകളിലേക്ക് ചുരുങ്ങി പ്രതിപക്ഷ പാർട്ടി. കോൺഗ്രസ് പെർഫോം ചെയ്തില്ല, ഉദ്ധവ് താക്കറെയുടെ പാർട്ടി പെർഫോം ചെയ്തില്ല. അത് ഇന്ത്യ സഖ്യം വിലയിരുത്തണം. ഇന്ത്യ സഖ്യം വിലയിരുത്തിയാൽ മാത്രമേ അവർക്കിനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് ആലോചിക്കാൻ പോലും കഴിയൂ. അൺഫോർച്ചുനേറ്റ്ലി ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യ സഖ്യം അമ്പയെ പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ജമ്മു കാശ്മീർ ആശ്വാസ വിജയമാണ്. അതുപോലെ തന്നെ ജാർഖണ്ഡിലും അവർ പെർഫോം ചെയ്തു. കോൺഗ്രസ് നന്നായി പെർഫോം ചെയ്ത സംസ്ഥാനമാണ്. 16 സീറ്റുകൾ MLA-മാരായിട്ട് അവിടെ വിജയിച്ചു. RJD പെർഫോം ചെയ്തു. ഓഫ് കോഴ്സ് ജാർഖണ്ഡ് മുക്തി മോർച്ചയും പെർഫോം ചെയ്തു. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2-2 എന്ന പൊസിഷനിൽ ഇരിക്കാമെങ്കിൽ പോലും ഈ ഉന്നയിക്കപ്പെട്ട പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ്. ഇന്ന് നമ്മളിത് ചർച്ചയ്ക്കെടുക്കുന്നത് എന്തുകൊണ്ടാണ്?
ഡൽഹിയിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ ചെളിവാരിയേറിയലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ആം ആദ്മി പാർട്ടിക്കെതിരെ ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അവിടെ BJP വളരെ എന്താ പറയുക ആസൂത്രിതമായി അവിടെ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. BJPക്ക് വിജയിച്ചു വരാവുന്ന ഒരു സാഹചര്യം പോലും ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങി വരുന്നുണ്ട്. ഈ ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ നാച്ചുറലി BJPക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. മാത്രവുമല്ല കഴിഞ്ഞ 3 ടേമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരിനോടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസിയും പഴയതുപോലുള്ളൊരു ഇമേജ് കെജ്രിവാളിന് അവിടെ ഇല്ല എന്നുള്ളതും ഒക്കെ ഒരു യാഥാർത്ഥ്യമായിരുന്നു. അവിടെയും പ്രശ്നമാണ്. ഇന്ത്യ സഖ്യം 2 നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഗുണഭോക്താവായി മാറാൻ പോകുന്നത് BJP തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ അർത്ഥത്തിൽ ഇന്ത്യ സഖ്യം പൊലിയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇന്ത്യ സഖ്യത്തിന് ഇങ്ങനെയല്ലേ പറ്റുള്ളൂ. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രാദേശിക പാർട്ടികളല്ലേ. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത വർഷം അവിടെ തെരഞ്ഞെടുപ്പാണ്. എവിടെ? ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പാണ്. അവിടെ അതെ. അപ്പം അവിടെ എന്താ അല്ല 2027 അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ഉത്തർപ്രദേശ് മാത്രമാണ് സമാജ്വാദി പാർട്ടിയുടെ കയ്യിലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. അവർക്ക് അവിടെ മുന്നേറിയേ പറ്റുള്ളൂ. അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നന്നായിട്ട് ഇന്ത്യ മുന്നണിയിൽ പെർഫോം ചെയ്തത് കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ സമാജ്വാദി പാർട്ടിയാണ്. 37 സീറ്റുകൾ അവർ നേടി, 6 സീറ്റ് കോൺഗ്രസ് നേടി. ഒരുമിച്ച് നിന്നപ്പോൾ 43 സീറ്റ് കിട്ടി. BJP ഏറ്റവും ദുർബലപ്പെടുത്തിയ സംസ്ഥാനം. ഒരർത്ഥത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയതിന് കാരണം ഉത്തർപ്രദേശിലെ വലിയ തിരിച്ചടിയാണ്. മഹാരാഷ്ട്രയും ഓഫ് കോഴ്സ് വലിയ രീതിയിൽ പെർഫോം ചെയ്തു. RJDക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ. ഈ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ. RJDക്ക് എന്താ പ്രശ്നം? RJDക്ക് പ്രശ്നം വെച്ചാൽ കോൺഗ്രസ് അലയൻസിൽ ഉള്ള പാർട്ടിയാണ്. കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം എത്ര സീറ്റാണ് കൊടുത്തതെന്നറിയാമോ? 70 സീറ്റ് RJD കൊടുത്തത്. എത്ര സീറ്റിലാണ് ജയിച്ചതെന്നറിയാമോ? 16 സീറ്റിൽ. കോൺഗ്രസ് അവിടെ പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് RJDയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഒന്ന് ഒഴിവാക്കി നിർത്തണം അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് RJD മനഃപൂർവ്വമായിട്ട് ഈ പറയുന്ന മമതാ ബാനർജിയുടെ പേര് ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധി തൽക്കാലം മാറി നിൽക്കട്ടെ എന്ന് പറയുന്നത്. അത് അവരുടെ സംസ്ഥാന രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെയാണ് TMCയെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസുമായിട്ട് ഒരു സഖ്യം അവർക്ക് സാധ്യമല്ല. കേരളത്തിലുള്ളതുപോലെ തന്നെ CPM ആയിട്ട് സാധ്യമാണോ UDFന്? പറ്റില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പാർട്ടികളും സംസ്ഥാന പാർട്ടികളാണ്. അവർക്ക് അവിടെ വിജയിച്ചു കിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമല്ലാതെ ഡൽഹിയിൽ മത്സരിക്കുന്നത്? ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ കരുത്ത് തെളിയിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അവർക്ക് അവരെ വികസിപ്പിക്കാൻ കഴിയില്ല. അത് പഞ്ചാബിലും പ്രശ്നമാണ്. അപ്പം ഓരോ പ്രാദേശിക പാർട്ടികൾക്കും പ്രാദേശികമായ താല്പര്യമുണ്ടാകും. ആ പ്രാദേശികമായ താല്പര്യം വരുമ്പോൾ ദേശീയ മുന്നണിയുടെ ഭാഗമല്ലേ എന്നൊരു ചർച്ച വരത്തില്ല അവിടെ. സ്വാഭാവികമായിട്ട് ഇന്ത്യ മുന്നണിക്ക് ഈ പ്രാദേശിക തലത്തിൽ അങ്ങനെ ഒരു സഖ്യമുണ്ടാക്കി പെർഫോം ചെയ്യാൻ കഴിയില്ല. അത് അതിൻ്റെ നിർവീര്യതയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞേക്കാം. 2004 UPA സർക്കാർ അധികാരത്തിൽ വന്നു. 2004 മുതൽ 2014 വരെ NDAയുടെ അവസ്ഥ എന്താ? NDA എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. NDAയുടെ യോഗം നടന്നതായിട്ട് നിങ്ങൾക്ക് അറിയാവും. 2004 മുതൽ 2014 വരെ നിശബ്ദമാണ്. കാരണം പ്രതിപക്ഷത്തെ മുന്നണിയെ സംബന്ധിച്ച് ആരും അങ്ങനെ ഗൗരവത്തോട് കാണുന്നില്ല. അതേസമയം ഭരിക്കുന്ന മുന്നണിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വലിയ പ്രശ്നമല്ല. ഇപ്പോൾ ഇവിടെ ബ്രൂവറി വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തയാവുന്ന എന്താ? CPM ഉം CPI യും തമ്മിലുള്ള തർക്കമാണ്. അല്ലെങ്കിൽ JDS ഉം CPM ഉം തമ്മിലുള്ള തർക്കമാണ്. അതേസമയം ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കം ഉണ്ടായാൽ അതൊരു വലിയ വാർത്തയാണോ? പ്രതിപക്ഷത്തിരിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് മുന്നണിയെ നിർത്തേണ്ടതുണ്ട്. ഇപ്പോൾ എന്താ സംഭവം? 2004 മുതൽ 2014 വരെ ഒരു മുന്നണിയും NDAയുടെ യോഗം ചേർന്നിട്ടില്ല. 2014 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷവും 2019 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷവും NDA യോഗം നടന്നിട്ടില്ല. 2024 മുതൽ വളരെ കൃത്യമായിട്ട് NDA യോഗം നടക്കുന്നുണ്ട്. ഇൻടാക്റ്റ് ആണ് ആ മുന്നണി. എന്തുകൊണ്ടാണ് ആ മുന്നണി ഇൻടാക്റ്റ് ആയിരിക്കേണ്ടത്? കേന്ദ്രത്തിൽ അവർക്ക് ഭരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. മറുവശത്ത് പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ചിഹ്നഭിന്നമായി പോകും. നമുക്ക് പറയാം ഫ്ലോർ കോർഡിനേഷൻ ഇല്ല, പല കാര്യങ്ങളിനകത്തും അവർക്ക് യോജിപ്പില്ല, യോജിച്ച സമരങ്ങൾ നടത്തുന്നില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ വിചാരിക്കുന്നത് ദേശീയ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യ മുന്നണിയുടെ റോള് ആ അർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ പ്രാദേശിക പാർട്ടികളുടെ ഒരു സംഗമ എന്താ പറയുക ഒരു കൂടിച്ചേരലാണ്. സ്വാഭാവികമായിട്ട് ഓരോ പ്രാദേശിക പാർട്ടിക്കും അവരവരുടെ സംസ്ഥാനങ്ങൾ അവരവരെ വളർത്തിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആ സമ്മർദ്ദം അവരനുഭവിക്കുമ്പോൾ ഇത് നിർവീര്യമായി കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. Meet the editors.